തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ LDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി കെ ആൻസലൻ. ശബരിമല സ്ത്രീ പ്രവേശനവും സ്വർണ്ണക്കൊളയും തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും കോൺഗ്രസിലെ ഭിന്നത ഗുണകരമാകുമെന്നും ആൻസലൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രാഷ്ട്രീയ കേരളം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ കൂടെ നെയ്യാറ്റിൻകര LDF സ്ഥാനാർത്ഥി കെ ആൻസലനാണ് ചേരുന്നത്. പ്രചാരണങ്ങൾ എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുത്തുന്ന ഒരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ സ്ത്രീ പ്രവേശനം, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഒരിക്കലുമില്ല. ശബരിമല കൊള്ളയെ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ നിയോഗിക്കപ്പെട്ട SIT അതിൻ്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റം ചെയ്തവരെയും വീഴ്ച വരുത്തിയവരെയും സംബന്ധിച്ച് ആ കേസ് ഒരു രൂപത്തിലുള്ള പക്ഷപാതമില്ലാതെ തന്നെ കോടതിയുടെ നിരീക്ഷണം നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് ഏതൊരു കാരണവശാലും ആ ഒരു വിഷയം പ്രതിപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്കോ തിരഞ്ഞെടുപ്പിൽ ഗുണകരമായി മാറില്ല. മറ്റൊരു കാര്യം, ഈ UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ വലിയ ഭിന്നതയൊക്കെയാണ് അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ളത്. ഈ സുധാകരന്റെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ ഈ അടൂർ പ്രകാശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് പിൻവലിക്കുന്നു. അവർക്കിടയിൽ തന്നെ വലിയ ഐക്യമില്ലാത്ത, ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയെങ്കിലും ഐക്യമില്ലാത്ത സാഹചര്യമുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഗുണകരമാവില്ലേ? തീർച്ചയായും. അത് മാത്രമല്ല വിഷയം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി നമുക്കറിയാം, ഒരു നിയമസഭാ കാലഘട്ടത്തിൽ ഒരു ഗവൺമെന്റിനെതിരായി സാധാരണയിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള സാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ ഈ ഗവൺമെന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം പോലും അവതരിപ്പിക്കാനുള്ള കരുത്തില്ലാതെ, അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും കഴമ്പ് ഈ ഗവൺമെന്റിനെതിരായി പ്രയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ നിരായുധരായ പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഉണ്ടാകുന്നൊരു ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു പിന്തുണയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ സഹായിക്കുന്നത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ കൊടുക്കുന്ന, നമുക്കറിയാലോ, എത്രയോ കാര്യങ്ങൾ, ഞാനിവിടെ സമയക്കുറവോട് വിശദീകരിക്കുന്നില്ല, എത്രയോ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങൾ അതെല്ലാം കുമിളകൾ പോലെ പൊടിഞ്ഞുപോയി. ചിലത് കോടതിയിൽ പോയപ്പോൾ കോടതി എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ആ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു അലയൊലി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. അപ്പോൾ 100% വിജയപ്രതീക്ഷ തന്നെയാണ്. ഈ ഭൂരിപക്ഷമൊക്കെ കണക്കൂട്ടുന്നുണ്ടോ? നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. അതിന് ഒരു കുറവുമില്ല. അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കെ ആൻസലിനും LDF സ്ഥാനാർത്ഥിയും ഉള്ളത്. 100% വിജയം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ഷബീമിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.